ഞാൻ ഇന്നത്തെ നമ്മുടെ ഈ താരദമ്പതികളെ ഇന്ന് ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട അച്ഛനെ അമ്മച്ചിയെ വളരെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. ഞങ്ങളെ കാക്കുന്ന ഓരോരെ നാമങ്ങൾ വാഴ്ത്തുന്നു ഇനങ്ങൾ വാഴ്ത്തുന്നു ഇനങ്ങൾ തൊട്ടോരുമിച്ചെന്നും ദൂരങ്ങൾ പോകുമ്പോൾ ഉത്തമ ജീവിതം നീ തന്നെ നൽകണം നീ തന്നെ നൽകണം. ഞങ്ങളെ കാക്കുന്ന ഓരോരെ എങ്ങും നീ നാമങ്ങൾ വാഴ്ത്തുന്നു ഇനങ്ങൾ വാഴ്ത്തുന്നു ഇനങ്ങൾ. പൊന്നും മിന്നും ചേലോടെ ചാർത്തിരി പോരൂലേ നീ പോരൂലേ. കനവാകെ ചിന്നി മേളം മഴമേളം കൊട്ടി പാട്ടി കൈതാളം തട്ടി വന്നല്ലോ നീ കല്യാണം നേരെ മുകിലോലപ്പന്തൽ താഴെ കുടമുല്ലപ്പന്തൽ നിന്നിൽ കളിയാടും നീ അള്ളിപ്പൂവിന്റെ കല്യാണം. മണമൊഴുകി മർത്തോമൻ നന്മയാൽ വരമരുളി ഓരയം തക്കം തെയ്യം തക്കം തോട്ടം ചവിട്ടി ആരോമൽ ചെറുക്കന് കല്യാണം. വെള്ളാമ്പൽ പൊയ്കയിൽ കുളിച്ചൊരുങ്ങി വെള്ളിമേഘത്തൂവൽ അണിഞ്ഞൊരുങ്ങി ഓരയം തക്ക തെയ്യം തക്ക നിത്തം ചവിട്ടി ആരോമൽ പെണ്ണിന് ചിന്നി മേളം മഴമേളം കൊട്ടി പാട്ടി കൈതാളം തട്ടി വന്നല്ലോ നീ കല്യാണം നേരെ മുകിലോലപ്പന്തൽ താഴെ കുടമുല്ലപ്പന്തൽ നിന്നിൽ കളിയാടും നീ അള്ളിപ്പൂവിന്റെ കല്യാണം.
കഥ തുടരും ഇതിവരുടെ കല്യാണം. അവൾക്കിനി എന്നും പെരുന്നാള്, അനുഗ്രഹം വേണം പുണ്യാള. അവൾക്കിനി എന്നും പെരുന്നാള്, അനുഗ്രഹം വേണം പുണ്യാള. മനമറിയുന്നോള് ഇവളാ കെട്ടിയോള്, മനമറിയുന്നോള് ഇവളാ കെട്ടിയോള്. അമ്പ് പെരുന്നാൾ ചേലോടെ എന്റെ മുന്നിൽ വന്നവള, അന്ന് തൊട്ടേ ഉള്ളാകെ വമ്പു കട്ടണ പെണ്ണിവള. ആരുമില്ല നേരത്ത് ശൃംഗാരമോതും കണ്ണിവള, വീടു നിറയെ പിള്ളേരായി എന്നാടു വാഴാൻ പോണോള. പാതിരാവിൻ പാതിലെന്നും ചാരിടുന്നോള്, പാതിയായി എന്നും എന്നിൽ പൊട്ടിടുന്നോള്. അവൾക്കിനി എന്നും പെരുന്നാള്, അനുഗ്രഹം വേണം പുണ്യാള. അവൾക്കിനി എന്നും പെരുന്നാള്, അനുഗ്രഹം വേണം പുണ്യാള. അന്തി ചായണ നേരത്ത് നെഞ്ചിനുള്ളിൽ ഓർമ്മകളാ, ഒന്നു വന്നെൻ ചാരത്ത് തൊട്ടുരുമ്മാനുള്ളവളാ. ആരുമാരും കാണാതെ അന്നാദ്യ മുത്തം തന്നവള്, ആരുമില്ല കാലത്തും എൻ താങ്ങിനായി വേണ്ടവള്. പള്ളിമേട പോലെ എന്നും ഉള്ളമുള്ളോള്, പ്രാണനായി നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട അപ്പച്ചനെ അമ്മച്ചയെ നമുക്ക് വേദിയിലിരുത്താം. ഇനി എല്ലാവരും ഒരു സ്വാഗതം ആശംസിക്കാനായി ഇവരുടെ ഒരേ ഒരു മകൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി ജാൻസി ജോർജിനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആദ്യമായിട്ടൊരു കാര്യം പറയട്ടെ, ഇപ്പൊ ഇവരുടെ ജാൻസിയുടെയും ബേബിസിന്റെ 25ാം വെഡിങ് ആനിവേഴ്സറി ഞങ്ങൾ UK അതിമനോഹരമായിട്ട് ആഘോഷിച്ചതിന് ശേഷമാണ് ഇപ്പോൾ അപ്പച്ചന്റെ അമ്മച്ചിയുടെയും 50ാം വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാനും പങ്കെടുക്കാനും എനിക്ക് ഭാഗ്യമുണ്ടായി. അതുകൊണ്ട് ഞാൻ ജാൻസിയെ സന്തോഷപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. Thank you, Soumya. Soumya is one of my best friend in UK. എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ. സ്നേഹം നിറഞ്ഞവരെ, ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഏവരെയും അച്ചാച്ചൻ്റെയും അമ്മച്ചിയുടെയും വിവാഹത്തിൻ്റെ സുവർണ്ണ ജൂബിലി ആഘോഷത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നയാൾക്ക് ഇന്നയാളെന്ന് ദൈവം കല്ലിൽ കൊത്തി വെച്ചിട്ടുണ്ട് എന്നല്ലേ നമ്മൾ പറയുന്നത്. ഞങ്ങളുടെ അച്ചാച്ചൻ്റെയും അമ്മച്ചിയുടെയും കാര്യത്തിൽ വളരെ അത് ശരിയാണ്. ഇവരുടെ വിവാഹം കഴിഞ്ഞ 1973 ജൂൺ 6-നായിരുന്നു. അന്ന് മുതൽ ഇന്ന് വരെയുള്ള 50 വർഷക്കാലം ഇണങ്ങിയും പിണങ്ങിയും സ്നേഹിച്ചും കലഹിച്ചും പരിഭവിച്ചും കഴിഞ്ഞു പോന്നു. വളരെയേറെ കഷ്ടപ്പാടുകളും വേദനകളും ഉണ്ടായപ്പോഴൊക്കെ അച്ചാച്ചൻ അമ്മച്ചിയും അമ്മച്ചിക്ക് അച്ചാച്ചനും താങ്ങായി നിൽക്കുന്നത് ഒരു മകളെന്ന നിലയിൽ പല പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട്. ഇവരുടെ ദാമ്പത്യ വെള്ളിരിയിൽ വിരിഞ്ഞ 2 പൂക്കളിൽ ഒന്നേ ഇവിടെ ഇപ്പോൾ ഉള്ളൂ. റെജിമോന് ചില സാങ്കേതിക കാരണങ്ങളാൽ വരാൻ സാധിച്ചിട്ടില്ല. എങ്കിൽ തന്നെയും റെജിമോന്റെയും കുടുംബത്തിന്റെയും എൻ്റെ ഹസ്ബൻഡ് ബേബി ചായന്റെയും അമ്മച്ചിയുടെയും അച്ചാച്ചന്റെയും കൊച്ചുമക്കളുടെയും സ്നേഹവാത്സല്യങ്ങൾ നിറഞ്ഞ വിശ്വസ് ഇവർക്ക് ഞാൻ നേരുകയാണ്. എഫേസ്യർ 4-ാം അധ്യായം 2-3 പറയുന്നു, പൂർണ്ണമായ വിനയത്തോടും ശാന്തതയോടും ദീർഘക്ഷമയോടും കൂടി നിങ്ങൾ സ്നേഹപൂർവം അന്യോന്യം സഹിഷ്ണുതയോടെ വർത്തിക്കുവിൻ. സമാധാനത്തിന്റെ ബന്ധത്തിൽ ആത്മാവിന്റെ ഐക്യം നിലനിർത്താൻ ജാഗരൂകരായിരിക്കുവിൻ. 50 വർഷം ഞങ്ങളുടെ പ്രിയപ്പെട്ട അച്ചാച്ചനും അമ്മച്ചിക്കും ഒരുമിച്ച് സുഖദുഃഖങ്ങൾ പങ്കിട്ട് ജീവിക്കുവാൻ ദൈവം അനുവദിച്ചു. അത് തീർച്ചയായും ഒത്തിരി സഹനത്തിന്റെയും
ദൈവാനുഗ്രഹത്തിൻ്റെയും ഭാഗ്യപത്രമാണ്. ഞങ്ങൾ മക്കൾക്കും മരുമക്കൾക്കും കൊച്ചുമക്കൾക്കും ഇതൊരു അഭിമാന നിമിഷവും കൂടിയാണ്. ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരെയും ഇനിയും വരാനിരിക്കുന്നവരെയും ഒത്തിരി സ്നേഹത്തോടെ ഞങ്ങൾ എല്ലാ കുടുംബാംഗങ്ങളുടെയും പേരിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകൾ എന്നും ഇവരോടൊപ്പം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ കർമ്മ പരിപാടിയിലേക്ക് കിടക്കാം. I am going to hand over the mic to my friend Soumya. ഹായ് എവരിവൺ, നമുക്ക് ഒരു ഈശ്വര പ്രാർത്ഥനയോടുകൂടി നമുക്ക് ആരംഭിക്കാം ഈ പരിപാടി. നന്മയാകുന്ന കാന്തി കാണുവാൻ കണ്ണിനാകേണമേ, നല്ല വാക്കിൻ്റെ ശീലു ചൊല്ലുവാൻ നാവിനാകേണമേ, സ്നേഹമാകുന്ന ഗീതമോ എൻ്റെ കാതിലിണയാകണേ, സത്യമെന്നുള്ള ശീലമോടെന്നെ ശാന്തിയറിയണമേ. ഭൂമി അമ്മയെന്നറിയുവാനുള്ള ബോധമുണ്ടാക്കണേ, ജീവജാലങ്ങളാകെയും ജന്മബന്ധുവായിടണേ, ജാതിഭേദങ്ങളെന്ന ശാപമോ ദൂരെ മറയണമേ. എല്ലാവർക്കും ഇരിക്കാം. അടുത്തതായിട്ട് നമ്മുടെ ലാം ലൈറ്റിംഗ് സെറമണിയാണ്. അച്ഛൻ ദീപം തെളിച്ച് കപ്പിൾസിന് കൈമാറുന്നതാണ്. നമ്മുടെ പ്രിയപ്പെട്ട ജോർജ് ചാച്ചനെയും എൽമ ചേച്ചിയെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. അവരിലൂടെ നൽകിയ 2 മക്കൾ റെജിമോനെ, അതുപോലെ ജാൻസി, അവരുടെ ഇരുവരുടെയും കുടുംബാംഗങ്ങൾ, പ്രിയപ്പെട്ട ബന്ധുക്കളും മിത്രങ്ങളുമായിട്ടുള്ള എല്ലാവരെയും ഇവിടെ കൂടിയിരിക്കുന്ന നമ്മളെയും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കാം. കർത്താവ് ആശീർവദിച്ച് 50 വർഷങ്ങൾക്ക് മുൻപ് ഭൂമിയിലേക്ക് ഒരുമിച്ച് പറഞ്ഞുവിട്ട ഈ വിവാഹ ജീവിതം ഇന്ന് ഇവിടെ എത്തി നിൽക്കുകയാണ്. ജാൻസി സ്നേഹപൂർവ്വം സൂചിപ്പിച്ചതുപോലെ സന്തോഷത്തിലൂടെയും ദുഃഖത്തിലൂടെയും ഇണക്കത്തിലൂടെയും പിണക്കത്തിലൂടെയും എല്ലാം കടന്ന്, ദാരിദ്ര്യത്തിലൂടെയും സമ്പത്തിലൂടെയും എല്ലാം കടന്ന് അവർ എത്തി നിൽക്കുകയാണ്. നമുക്ക് ഈ ദമ്പതിമാരെ ഓർത്ത് കർത്താവിന് നന്ദി പറയാം. അവരെ ഇന്ന് അവരുടെ ചുറ്റും നമ്മളെ ഒരുമിച്ച് കൂട്ടിയ കർത്താവിൻ്റെ സ്നേഹത്തിന്, അവൻ്റെ വിസ്മരണീയമായ പദ്ധതിക്ക് നന്ദി പറയാം.
എല്ലാം നമ്മുടെ ക്ഷേമത്തിന് വേണ്ടിയുള്ള കർത്താവിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ്. നമ്മുടെ നാശത്തിനുള്ള ക്ഷേമത്തിനുള്ള പദ്ധതി, നമുക്ക് ഓരോരുത്തർക്കും ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. ആ പദ്ധതിയിൽ ജോർജ് ചാച്ചനെയും എലമച്ചേച്ചിയെയും ചേർത്ത് നിർത്തിയ കർത്താവിൻ്റെ സ്നേഹത്തിന് നന്ദി പറയാം. നമ്മുടെയും കുടുംബങ്ങളെ സമർപ്പിക്കാൻ, ഇവരുടെ പ്രിയപ്പെട്ട മക്കളെയും കുടുംബങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ വഴി ഇവരുടെ തുടർന്നുള്ള കുടുംബജീവിതവും ഇവരുടെ പ്രിയപ്പെട്ട മക്കളുടെയും അവരുടെ പ്രിയപ്പെട്ടവരുടെയും ജീവിതവും എല്ലാം ഈശോയുടെ പക്കലേക്ക് കൊടുത്ത് അമ്മയുടെ മാധ്യസ്ഥ്യം ഈ കുടുംബത്തിൽ, ഈ ബന്ധത്തിൽ ഒരിക്കൽ കൂടെ യാചിച്ച് നമുക്ക് നമ്മയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ ത്രിത്വത്തിന്റെ ആശീർവാദത്തിന് നമുക്ക് തലമുനിക്കാം. നമ്മുടെ ഈ കൂട്ടായ്മയെ, സ്നേഹവും സന്തോഷവും പങ്കുവയ്ക്കുന്ന ഈ കൂട്ടായ്മയെ കർത്താവിന്റെ ആശീർവാദത്താൽ നിറയ്ക്കുന്നതിന് വേണ്ടി പ്രത്യേകിച്ചും ജോർജ് ചാച്ചനെയും എലമച്ചേച്ചിയും കൂടുതൽ ദൈവം അനുഗ്രഹിക്കുന്നതിന് വേണ്ടി നമുക്ക് ശിരസ്സ് നമിക്കാം. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഈശോ മിശിഹായ്ക്ക് സ്തുതി. എല്ലാവർക്കും ഇരിക്കാം. സന്തോഷമുണ്ട് ഈ മുരിങ്ങാങ്കൽ കുടുംബത്തിലെ ഒരു ഭാഗം എന്ന നിലയിൽ ഇവിടെ ഇന്ന് വരാനും ചെറുതായിട്ടാണെങ്കിലും ഇവർക്ക് ആശംസകൾ അർപ്പിക്കാനും. അനേക വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ചെറുപ്പമായിരുന്നപ്പോൾ തൊട്ട് കണ്ട് വളർന്ന ജീവിതമാണ് ഇവരുടേത്. ഇവരുടെ ദുഃഖത്തിലൂടെയും കഷ്ടപ്പാടിലൂടെയും എല്ലാം നന്നായി ഞെരുങ്ങി മക്കളെ വളർത്തി അതിൻ്റെ ഫലം ഇന്ന് അവർ ആസ്വദിക്കുന്ന സമയം കൂടെയാണ്. ജോർജ് ചേട്ടന് നിറഞ്ഞ കണ്ണിൽ, എലമച്ചേച്ചിയുടെ നിറഞ്ഞ കണ്ണിൽ കർത്താവിനോടുള്ള നന്ദി മുഴുവനുണ്ടെന്ന് ഞാനും തിരിച്ചറിയുകയാണ്. കർത്താവിന് ഹൃദയമായി വിളിച്ച് പരിപാലിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ആ കഷ്ടപ്പാടിലൂടെ എല്ലാം മക്കളെ വളർത്തിയതിന് അന്നും ജോർജ് ചേട്ടൻ അല്ലെങ്കിൽ ചാച്ചൻ നന്നായി അധ്വാനിച്ച് പ്രതീക്ഷയോടെ മക്കളെ വളർത്തിയതിന് ഫലം കണ്ടു എന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്കും പറഞ്ഞു കൊടുക്കണം. ഈ ജീവിതം, ഇവരുടെ കുടുംബ ജീവിതം അതിനൊരു മാതൃകയാവട്ടെ. ഈ സമ്പത്തിന്റെ സമൃദ്ധിയുടെ അനുഗ്രഹം മാത്രമല്ല, എനിക്ക് തോന്നുന്നു അതിലൊക്കെ പ്രധാനമായിരുന്നു ജാൻസി ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇണക്കത്തിലും പിണക്കത്തിലും കർത്താവ് നമ്മളെ വിവാഹ വാഗ്ദാന കർമ്മത്തിലും തുടർന്ന് വിവാഹ കർമ്മത്തിലും ഒക്കെ സഭയുടെ നാമത്തിൽ ഓർമ്മിപ്പിക്കുന്നത് പോലെ സന്തോഷമാണെങ്കിലും ശരി, ദുഃഖമാണെങ്കിലും ശരി, ദാരിദ്ര്യമാണെങ്കിലും ശരി, സമ്പത്താണെങ്കിലും ശരി, ആരോഗ്യമാണെങ്കിലും ശരി, അനാരോഗ്യമാണെങ്കിലും ശരി, മരണം വരെ ഒന്നിച്ചു നിൽക്കാമെന്നുള്ള വാക്ക് കർത്താവിനും സമൂഹത്തിന്റെ മുമ്പിലും നമ്മൾ ഏറ്റുപറഞ്ഞാണ് വരുന്നത്. വിവാഹ ബന്ധത്തിലേക്ക് വരുന്ന എല്ലാവരും ഇവരാ പറഞ്ഞത് അക്ഷരം പ്രതി പാലിച്ച് 50 വർഷങ്ങളിലൂടെ നടന്ന് എത്തി നിൽക്കുകയാണ്. നമുക്ക് അഭിമാനമാണ്. ഈ ലോകത്തിന് പലപ്പോഴും മാതൃകയാണ് ഇത്തരം ബന്ധങ്ങൾ. കാരണം ഇന്നത്തെ തലമുറ എനിക്ക് തോന്നുന്നു സന്തോഷമാണെങ്കിൽ കൂടെ നിൽക്കാം, ആരോഗ്യമുള്ള പങ്കാളിയാണെങ്കിൽ ചേർന്ന് നിൽക്കാം, സുഖമാണെങ്കിൽ ചേർന്ന് നിൽക്കാം എന്ന് പറയുന്ന ലോകത്ത് എന്താണെങ്കിലും വേണ്ടില്ല. ജാൻസി ചെറുതായിട്ട് ഒരു വാക്കിൽ സൂചിപ്പിച്ചു. സ്വന്തം ജീവിത പങ്കാളിയെ സംരക്ഷിച്ചുകൊണ്ട് മുന്നേറിയവര് ഈ കുടുംബ ബന്ധത്തിന്റെ താളപ്പിഴകളിലൂടെയും സുഖതാളത്തിലൂടെ എല്ലാം പോയപ്പോ അതെല്ലാം ഉണ്ട്. എന്താണെങ്കിലും എനിക്ക് ദൈവം ഏൽപ്പിച്ച പങ്കാളിയാണെന്ന് പറഞ്ഞ് ഇവര് പരസ്പരം ചേർന്ന് നിൽക്കുകയായിരുന്നു. അതാണ് നമ്മുടെ മാതൃക. ഇന്ന് ജാൻസിയുടെയും കൂട്ടുകാരും ബന്ധുക്കളും നമ്മുടെ സുഹൃത്തുക്കളും പരിചയക്കാരും എല്ലാം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് അതിനാലാണ്. അത് ആ ഒരു ഈ കർത്താവ് നൽകിയ ഐശ്വര്യം ആസ്വദിക്കുമ്പോൾ ജാൻസി സ്വന്തം അപ്പനെ അമ്മയെ ഒരിക്കലും മറക്കുന്നില്ലെന്ന് മാത്രമല്ല, ലോകം മുഴുവന്റെ മുമ്പിലും അവള് മാതാപിതാക്കന്മാരോടുള്ള ബഹുമാനവും സ്നേഹവും ഇന്നത്തെ പുതിയ സോഷ്യൽ മീഡിയയുടെ മാർഗങ്ങൾ ഉപയോഗിച്ച് പ്രഖ്യാപിക്കുന്നുണ്ട്. ഞങ്ങളെല്ലാം അത് കാണുന്നതാണ്. അഭിമാനം തോന്നാറുണ്ട്, അവളെ ഓർത്ത് സന്തോഷം തോന്നാറുണ്ട്. ദൈവം അവളെയും കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരിക്കൽ കൂടെ ജോർജ് ചായനും എലമ ചേച്ചിക്കും ഈ പ്രിയപ്പെട്ട കുടുംബത്തിനും എല്ലാ മംഗളങ്ങളും നേരുന്നു. നിങ്ങൾ ഇവിടെ കൂടിയിരിക്കുന്നവർക്കും നല്ല ഒരു ദിവസം ഇവർക്ക് ചുറ്റും നമ്മൾ ഒരുമിച്ച് കൂടുന്ന ഈ സന്തോഷപ്രദമായ ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ഈ വിശേഷപ്പെട്ട ദിവസത്തിൽ നമുക്കായിട്ട് വളരെ നല്ല ഒരു സന്ദേശം നൽകിയ ഫാദറിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. അടുത്തതായിട്ട് നമ്മുടെ കേക്ക് കട്ടിങ് സെറമണിയാണ്. കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പ്രിയപ്പെട്ട ദമ്പതികളെ നമുക്ക് ക്ഷണിക്കാം.
അപ്പച്ചനും അമ്മച്ചിയും ദയവായിട്ട് എഴുന്നേറ്റ് വരിക. കേക്ക് കട്ടിങ് സെറമണിക്ക് അമ്മച്ചിയുടെ ആംഗളമാർ ഇവിടെ ഉള്ളവരെല്ലാം അടുത്തോട്ട് വരിക പ്ലീസ്. അച്ചാച്ചൻ്റെ ചേട്ടൻ്റെ മക്കളെല്ലാം ഈ ഒരു അവസരത്തിൽ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ബേപ്പാൻ ദയവായിട്ട് സ്റ്റേജിലോട്ട് വരിക. ആനിമാമ, നമുക്ക് കേക്ക് കട്ട് ചെയ്യാം. അച്ചാനും അമ്മച്ചിയും കൂടെ ഒരുമിച്ച്. Congratulations and celebrations when I tell everyone that you're in love with me. Congratulations and jubilations. I want the world to know I'm happy as can be. Who would believe that I could be happy and contented? I used to think that happiness hadn't been invented, but that was in the bad old days before I met you. When I let you walk into my heart. Congratulations and celebrations when I tell everyone that you're in love with me. Congratulations and jubilations. I want the world to know I'm happy as can be. I was afraid that maybe you thought you were above me, that I was only fooling myself to think you'd love me. But then tonight you said you couldn't live without me. You're round about me, you wanted to stay. Congratulations and celebrations when I tell everyone that you're in love with me. Congratulations and jubilations. I want the world to know I'm happy as can be. Congratulations and celebrations. I want the world to know I'm happy as can be. I want the world to know I'm happy as can be. ദൂരെ ഒരു മഴവില്ലിന്നേഴാം വർണ്ണം പോൽ തൂവൽ കവിളിണയിൽ നിന്മായാലാവണ്യം. ഇന്നിടവഴിയിൽ നിന്നോമൽ കാൽത്താളം. നീയാം സ്വരജതിയിൽ ഈ മൗനം വാചാലം. സാധ്യരാഗങ്ങളേറ്റുപാടുന്നു ഭൂമിയും വാനവും. സാക്ഷിയായി ഭാവുകങ്ങളേകുന്നു ശ്യാമമേഘങ്ങളും. പവിഴമഴയേ നീ പെയ്യുമോ ഇന്നിവളെ? നീ മൂടുമോ വെൺപനിമതിവളിലെ മലരുളി അഴകിലെ നാളങ്ങളിൽ? എൻ കനവുകൾ വിതറിയ താരകങ്ങളെ കാണുവാൻ കാത്തു ഞാൻ. ദൂരെ ഒരു മഴവില്ലിന്നേഴാം വർണ്ണം പോൽ തൂവൽ കവിളിണയിൽ നിന്മായാലാവണ്യം.
ആരാരുമേ തേടാത്ത നിന്നുൾ നാമ്പു തേടി ആരാരുമേ കാണാത്തൊരാദാഹങ്ങൾ പുൽകി നീ പോകും ദൂരം നിഴലായി ഞാൻ വന്നിടാം തീരങ്ങൾ തേടി ചിറകേറിപ്പോയിടാം മധുരമൂറും ചിരിയാലെ നീ പ്രിയ സമ്മതം മൂളുമാ മനതാരി. നമുക്കറിയാം ഒരു വിവാഹം ഉണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് എന്തായിരിക്കും? മധുരമൊപ്പായിരിക്കും. എന്നാ പിന്നെ നമുക്ക് അച്ചായനും അമ്മച്ചിക്ക് മധുരം വെക്കണ്ടേ? മധുരം വെക്കണോ? നമുക്ക് മധുരം വെച്ചേക്കാം. എല്ലാം റെഡി അല്ലേ? അപ്പോൾ അച്ചായനും അമ്മച്ചിക്ക് മധുരം വെക്കട്ടെ? എല്ലാരും കേട്ടോ? അച്ചായനും അമ്മച്ചിക്ക് മധുരം വെക്കട്ടെ? അച്ചായനും അമ്മച്ചിക്ക് മധുരം വെക്കട്ടെ? അച്ചായനും അമ്മച്ചിക്ക് മധുരം വെക്കട്ടെ? അപ്പൊ നമുക്ക് ചെറുക്കനും പെണ്ണിനും മധുരം വെക്കാനായിട്ട് കുഞ്ഞോനച്ചായനെ ജയമാന്റിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ചെറുക്കനും പെണ്ണിനും മധുരം കൊടുക്കട്ടെ. ചെറുക്കനും പെണ്ണിനും മധുരം കൊടുക്കട്ടെ. ജോർജിനും ഏലമ്മയ്ക്കും മധുരം കൊടുക്കട്ടെ. രണ്ടുപേരും നന്നായിട്ട് കുടിക്കുന്നുണ്ടെന്നോ ദാഹിച്ച് പരവശപ്പെട്ടു പോയായിരുന്നു. ഇനി അച്ചായനും അമ്മച്ചിക്കും പൊന്നാട അണിയിക്കുന്ന ചടങ്ങാണ്. പൊന്നാട അണിയിക്കാൻ വേണ്ടി ആദ്യമായിട്ട് തന്നെ ഞാൻ ഫാദർ ടോണി ഈ വേദിയിലേക്ക് വീണ്ടും സ്വാഗതം ചെയ്യുന്നു. ആഘോഷിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ജോർജ് ചേട്ടനും എൽമ ചേച്ചിക്കും ഫ്ലവർ ഗാർഡൻ റെസിഡൻസ് അസോസിയേഷൻ്റെ ആശംസകൾ പ്രത്യേകമായി നൽകുന്നു. വളരെ ഇവിടെ നിൽക്കുമ്പോൾ ഈ പ്രൗഢഗംഭീരമായ ഒരു പരിപാടിയാണ് ഇവിടെ ആസൂത്രണം ചെയ്തിരിക്കുന്നത് നടന്നു കഴിഞ്ഞു. അപ്പോൾ അതിൽ നിന്ന് ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടത് 50 വർഷം മുമ്പ് നടന്ന വിവാഹം പള്ളിയിൽ വെച്ച് ബൈബിൾ തൊട്ട് സത്യം ചെയ്ത കാര്യങ്ങളെല്ലാം ബഹുമാനപ്പെട്ട അച്ഛൻ ആവർത്തിച്ചു. ഞാനെപ്പറ്റി ഒന്നും പറയുന്നില്ല. അത് ഈ പുതിയ കാലഘട്ടവുമായി ബന്ധപ്പെടുമ്പോൾ ഈ 5 ദശവത്സരം കടന്നുപോയ വഴികൾ ജോർജ് ചേട്ടനും എലമ്മ ചേച്ചിക്കും അതുപോലെ എൻ്റെ മക്കൾക്കും മനസ്സിലാവും. ഈ കാലഘട്ടത്തിലെല്ലാം കുടുംബത്തെ കൂട്ടിപ്പിടിച്ച് ഈ നിലയിൽ എത്തി മറ്റ് ജീവിതങ്ങൾക്ക് ഒരു മാതൃകയാണ്. കുടുംബക്കാർക്കും സമൂഹത്തിനും സഭയ്ക്കും ഒരു പ്രത്യേകം ഈ ആധുനിക കാലഘട്ടത്തിന് ഒരു വെല്ലുവിളി നേരിടുന്ന ഈ കാലഘട്ടത്തിൽ ജോർജ് ചേട്ടനും ഏലം ചേച്ചിയും കുടുംബത്തെ കരുതി മുന്നോട്ട് പോകുമ്പോൾ നമ്മൾക്ക് നമ്മുടെ അസോസിയേഷനും നമ്മുടെ കുഞ്ഞുമക്കൾക്കും ഒരു മാതൃകയാണ്. പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ മകൾ 2 മക്കളാണ്. എനിക്കവരെ 2 പേരെ അറിയാം. ജാൻസി തൻ്റെ മാതാപിതാക്കളോട് കാണിക്കുന്ന ആ സ്നേഹം, ആ പരിഗണന അച്ഛൻ പറഞ്ഞതുപോലെ അതും ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാണ്.
തൻ്റെ എല്ലാ സൗകര്യങ്ങളും അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ രണ്ടുപേരെയും മക്കളെല്ലാവരും എത്തിയിട്ടില്ല, ഭർത്താവ് വന്നിട്ടില്ല, മക്കൾ വന്നിട്ടില്ല, എങ്കിലും അച്ഛൻ്റെ അമ്മയുടെയും കാര്യത്തിന് കൃത്യസമയത്തൂടെ വന്ന് ഈ ക്രമീകരണങ്ങളെല്ലാം ചെയ്ത് ഭംഗിയായി മുന്നോട്ട് പോകുമ്പോൾ ആ കുടുംബത്തിന് നൽകുന്ന അല്ലെങ്കിൽ അച്ഛനും അമ്മയ്ക്ക് നൽകുന്ന ആ മക്കൾ നൽകുന്ന ആ സ്നേഹം, ആ കരുതൽ, അത് ഈ കാലഘട്ടത്തിൽ ആവശ്യമാണ്. പലപ്പോഴും നമ്മൾ കാണാറുള്ളത് ഒരു കാലമൊക്കെ കഴിയുമ്പോൾ, സമ്പന്നതയായി കഴിയുമ്പോൾ മക്കൾ വേറെ വഴിക്ക്, അമ്മ വേറെ വഴി. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഇവർ നൽകുന്ന ആ കുടുംബ സ്നേഹം, ബൈബിളിൽ തൊട്ട് ചെയ്ത സത്യം, അത് പ്രാവർത്തികമാക്കി മുന്നോട്ട് പോകുന്ന എല്ലാ ഈ ദമ്പതികൾ ആ വിവാഹത്തിൻ്റെ തനി ആവർത്തനം തന്നെയാണ് ഇവിടെ നടത്തിയത്. അതും നമുക്ക് ചിന്തിക്കണം. അന്നത്തെ ആ സാഹചര്യം, ഇന്നത്തെ സാഹചര്യം ജോർജിയുടെ മനസ്സിൽ കൂടെ കടന്നുപോയ വഴികൾ എളമ ചേച്ചിക്കും മക്കൾക്കും ഒക്കെ ചിന്തിക്കാം. നമുക്ക് ഓരോരുത്തർക്കും കാണാം ആ വഴികളിൽ ഇന്ന് ഈ ആധുനിക കാലഘട്ടത്തിൽ. ഇപ്പോൾ ഇവിടെ പറഞ്ഞ സോഷ്യൽ മീഡിയയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. ഇതും ഈ മക്കൾ നൽകുന്ന ആ സ്നേഹം, ആ കരുതൽ, പരിഗണന ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ അവർ വളരെ ഭംഗിയായി കരുതൽ ചെയ്യുന്നുണ്ട് എന്ന് അച്ഛൻ പറഞ്ഞു. അപ്പോൾ അതും എല്ലാം നല്ല ഭംഗിയായി കടത്തിക്കൊണ്ട് പോകുവാൻ ഇവരെ അനുഗ്രഹിച്ച ജഗദീശ്വരൻ ഈശോ ആ തിരുക്കുടുംബത്തിൻ്റെ നാമത്തിൽ പ്രത്യേകം നന്ദി പറയുന്നു. ഞങ്ങളെ എല്ലാവരും ഇവിടെ ക്ഷണിച്ചു വരുത്തി ഈ മഹത് കർമ്മത്തിൽ പങ്കെടുപ്പിച്ചതിന് ഈ കുടുംബത്തിനും ഏലം ചേച്ചിക്കും ജോർജ് ചേട്ടനും എല്ലാവർക്കും നന്ദി പറയുന്നു. കൂടുതൽ ആയുസ്സും ആരോഗ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സാബു സാർ ഫോർ യുവർ വണ്ടർഫുൾ സ്പീച്ച്. ആൻഡ് അടുത്തതായിട്ട് മുരിയങ്കാവുകൾ കുടുംബത്തിൽ നിന്ന് ആശംസ അറിയിക്കാനായി സ്നേഹപൂർവ്വം ജോണി ചേട്ടനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വലിയ ബഹുമാനപ്പെട്ട ടോണിയച്ച, എത്രയും പ്രിയ ബഹുമാനപ്പെട്ട ജോർജപ്പ, ഏലമാമ, വിവാഹ ജീവിതത്തിൻ്റെ 50-ാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ മുരിങ്ങാവുകൽ കുടുംബത്തിൻ്റെ പേരിലും എൻ്റെ പേരിലുള്ള എല്ലാ ആശംസകളും നല്ല പ്രാർത്ഥനകളും ഇതോടെ അറിയിക്കുന്നു. ആദ്യം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, പുരുഷനും സ്ത്രീയുമായിട്ട് സൃഷ്ടിച്ചു. ഇവർ ദൈവത്തോട് ചെയ്ത ഒരു വാഗ്ദാനം, സമൂഹത്തോട് ചെയ്ത വാഗ്ദാനം ഇതുവരെ പൂർണ്ണമായിട്ട് നിറവേറ്റി. അതിൻ്റെ ദൈവാനുഗ്രഹം, ഈശോമിശിഹായുടെ സ്നേഹത്തിലുള്ള ഒരു ജീവിതം, ഇവരുടെ പ്രാർത്ഥനാ ജീവിതമായിട്ട് എനിക്ക് സ്വല്പം ബന്ധമുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ പ്രാർത്ഥനാ ജീവിതത്തിൽ ഇവരൊരു മാതൃകയായിരുന്നു. ഇവർ ഏത് കാര്യവും ഒരാളോട് ഒരു പരാതിയും പറയാതെ ഉണ്ട്, എല്ലാം ദൈവത്തിൽ അർപ്പിച്ച് അവരുടെ ജീവിതം ഇത്ര സുന്ദരമായി ഈ നിലയിൽ ഇത്രയും നാൾ എത്തിച്ചു. തീർച്ചയായിട്ടും വളരെയധികം അഭിനന്ദനങ്ങൾ നേരിട്ട കാര്യമാണ്. നിങ്ങൾ ഇപ്പോൾ സാർ പറഞ്ഞ കണക്കും നമ്മുടെ അച്ഛൻ പറഞ്ഞ കണക്കും ഞങ്ങൾക്കൊരു മാതൃകയാണ്. നിങ്ങളുടെ മാതൃക എല്ലാവരും പിന്തുടരട്ടെ. എല്ലാവർക്കും നമ്മുടെ കർത്താവിൻ്റെ വാഗ്ദാനം നിത്യജീവൻ അത് ലഭിക്കുന്നതിനായിട്ട് ഈ ജീവിതം പ്രയോജനപ്പെടട്ടെ. എല്ലാവർക്കും എന്നെ ഇവിടെ ക്ഷണിച്ചതിനുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ മുരിങ്ങാവ് കുടുംബത്തിൻ്റെയും എൻ്റെയും പേരുള്ള ആശംസകളും പ്രാർത്ഥനകളും ഒരിക്കൽ കൂടെ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. താങ്ക് യു ജോണി ചേട്ടാ. അടുത്തതായിട്ട് അച്ചായനെ അമ്മച്ചി ആദരിക്കാനായിട്ട് കടന്നു വരുന്നത് ബിജു ആൻഡ് മിനി. അച്ചായനെ അമ്മച്ചി ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? മുരിയങ്കാവുങ്കൽ കുടുംബത്തിൽ നിന്ന് നമ്മുടെ അച്ചായൻ്റെ ചേട്ടൻ്റെ ഭാര്യ, അച്ചായൻ്റെ ചേട്ടൻ്റെ മോൻ്റെ ഭാര്യ കുഞ്ഞുമോളി ചേച്ചിയെ വേദിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇന്നലെ ഇവിടെ ജാൻസി എന്നോട് പറഞ്ഞു കുഞ്ഞോടേച്ചി ഒരു ചെറിയ ആശംസ പറയണം കേട്ടോന്ന് പറഞ്ഞു. അപ്പം ഞാൻ രാവിലെ കുത്തിയിരുന്ന് അതിനൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്തോണ്ടാണ് വന്നത്. പക്ഷേ എനിക്ക് മുൻപേ സംസാരിച്ചവർ എനിക്ക് തോന്നുന്നു എൻ്റെ കോപ്പി എടുക്കുന്നത് എനിക്ക് തോന്നുന്നത് ഞാൻ കൊണ്ടുവന്നല്ല അവരൊക്കെ പറഞ്ഞു പോയി. ഇനിയിപ്പോൾ അതൊരു ആവർത്തനമായി പോകുന്ന എനിക്ക് തോന്നുന്നു. എങ്കിലും സ്നേഹ ബഹുമാനം നിറഞ്ഞ ജോർജ് പാപ്പ, എലമാമ, പിന്നെ നമ്മുടെ വിശിഷ്ട അതിഥിയായിട്ട് ഇന്നിവിടെ നമ്മളെ അനുഗ്രഹിക്കാനെത്തിയിരിക്കുന്ന നമ്മുടെ ടോണിയച്ച, പ്രിയ സ്നേഹം നിറഞ്ഞ കുടുംബാംഗങ്ങളെ, ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 18-ാം വാക്യം പറയുന്നു, മനുഷ്യൻ ഏകനായിക്കത് നന്നല്ല, അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും. കഴിഞ്ഞ 50 വർഷം മുൻപ് ദൈവവചനം പ്രാവർത്തികമാക്കുമാറ് ഈ ഭൂമിയിൽ വിവാഹമെന്ന കൂദാശയോട് ഒരുമിച്ച് ചേർന്ന് പ്രിയപ്പെട്ട പാപ്പനും അമ്മാമയ്ക്കും
മുരിയങ്കാവുങ്കൽ കുടുംബത്തിന്റെ സ്നേഹനിർഭരമായ വിവാഹ വാർഷിക ദിന ആശംസകൾ. പുതിയ തലമുറയ്ക്ക് ഇവരുടെ ജീവിതം അനുഭവ പാഠമാണ്. കാരണം 50 വർഷം മുൻപ് ഇവർ ആരംഭിച്ച ജീവിതം സ്വാഭാവികമായും കഷ്ടപ്പാടിലൂടെയും പ്രതിസന്ധികളിലൂടെയും കടന്നു പോയിട്ടുണ്ടാകും. എങ്കിലും അവയെല്ലാം ഭാര്യ ഭർത്താക്കന്മാർ എന്ന നിലയിൽ ഒരുമിച്ച് നേരിട്ടതിന്റെ വിജയം കൂടിയാണ് ഇന്നത്തെ നമ്മുടെ ഈ ആഘോഷം. ഈ വിജയത്തിന് അവകാശിയായി മറ്റൊരാൾ കൂടിയുണ്ട്. മറ്റാരുമല്ല, നമ്മുടെ കർത്താവായ ദൈവം. അവിടുത്തെ അനുഗ്രഹമില്ലായിരുന്നെങ്കിൽ ഇവർക്ക് ഇവിടം വരെ എത്തുക സാധ്യമായിരുന്നില്ല എന്നതിന്റെ നേർ സാക്ഷ്യമാണ് ഇരുവരും ഇപ്പോഴും ഒരുമിച്ച് രാവിലെ വിശുദ്ധ കുർബാനയെ സംബന്ധിക്കാനുള്ള ആ ഒരു വരവ്. അപ്പൊ അവൻ വളരെ ധൃതിയിലായിരിക്കും. കുർബാന കൊണ്ട് കഴിഞ്ഞ ഉടനെ ഇറങ്ങി ഓടുന്നത് കാണാം. അപ്പൊ ഇത്ര നിൽക്കുക നമുക്ക് സംസാരിക്കാന്ന് പറഞ്ഞാൽ ഇല്ലടി കുഞ്ഞെ ഞാൻ പോകാന്ന് പറഞ്ഞിട്ട് ഓടുന്ന ആളാണ്. പക്ഷെ അമ്മാമ അങ്ങനെയല്ല, എല്ലാവരെയും കണ്ട് സംസാരിച്ചൊക്കെയാണ് പതുക്കെ എത്തുക. അതൊരു ഭയങ്കര ഒരു അനുഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ഈ കുടുംബത്തില് വിശുദ്ധ കുർബാനയിലൊക്കെ അനുദിനം സംബന്ധിക്കുന്ന നമ്മുടെ പിതാക്കന്മാര് മാതാപിതാക്കളുണ്ട് എന്നുള്ളത് നമ്മുടെ കുടുംബത്തിന് നൽകുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായം 5-ാം വാക്യം പറയുന്നു, പിതാവിനെ ബഹുമാനിക്കുന്നവനെ അവന്റെ മക്കൾ സന്തോഷിപ്പിക്കും, അവന്റെ പ്രാർത്ഥന കർത്താവ് എന്നും കേൾക്കും. മാതാപിതാക്കളുടെ വാർദ്ധക്യത്തിൽ അവരുടെ സന്തോഷത്തിനായി പ്രവർത്തിക്കുന്ന ഇവിടുത്തെ മക്കൾ രണ്ടുപേരെയും, പ്രത്യേകിച്ച് ജാൻസിയെയും അവരുടെ കുടുംബത്തെയും സർവേശ്വരൻ എന്നും അനുഗ്രഹിക്കട്ടെ എന്നും അവരുടെ എല്ലാ പ്രാർത്ഥനകളും അവൻ കേൾത്ത് അവർക്ക് അനുഗ്രഹങ്ങൾ ധാരാളമായി നൽകുമാറാകട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. ഇനിയും ഒരു 50 വർഷം കൂടി ഞങ്ങളോടൊപ്പം ഇവർ രണ്ടുപേരും ഒരുമിച്ചുണ്ടാവണമെന്ന് ഉള്ള പ്രാർത്ഥനയോടെ എല്ലാവിധ ആശംസകളും ഒത്തിരി സ്നേഹത്തോടെ രണ്ടുപേർക്കും വാഗ്ദാനം ചെയ്യുന്നു. നന്ദി. താങ്ക് യു ചേച്ചി. ചേച്ചി വളരെ കഷ്ടപ്പെട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ട് വന്ന് വളരെ നല്ല സന്ദേശമായിരുന്നു അല്ലേ? അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് വളരെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു സന്ദേശം തന്നെ ചേച്ചി നൽകിയത്. അതുകൊണ്ട് ഒത്തിരി 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 താങ്ക്സ്. വളരെ നല്ലൊരു കൈയ്യടി ചേച്ചിക്ക് നമുക്ക് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് നമ്മുടെ എൻ്റെ മോൻ ബീനു ഇവിടെ ഉണ്ട്. നമ്മൾ ബീനുവിനെ സ്നേഹപൂർവ്വം ഈ അവസരത്തിൽ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ചോദിച്ചാൽ നമുക്ക് ഈ അവസരത്തിൽ മിസ് ചെയ്യുന്നുണ്ട്. ഇന്നത്തെ നമ്മുടെ സെലിബ്രിറ്റീസ് യോഗച്ചായനും ഏലമച്ചി ഇവിടെ എത്തിച്ചേർന്ന് ഇവരുടെ ഈ ഗോൾഡൻ ജൂബിലി ആഘോഷത്തിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിച്ചേർന്ന ബന്ധുമിത്രാദികളെ, സുഹൃത്തുക്കളെ, എനിക്ക് ഒരു 25 വർഷക്കാലമായിട്ട് ഇവരുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്നതാണ്. അച്ചായന് ഇപ്പോൾ വളരെ സൈലൻ്റായി നടക്കുന്ന, അധികം സംസാരിക്കാത്ത ഒരാളാണ് എന്ന് നിങ്ങളൊക്കെ വിചാരിക്കുമെങ്കിലും അച്ചായൻ ഒരു ചെറുതൊക്കെ അടിച്ചാൽ വളരെ ഹാപ്പിയായിട്ട് ഇത്രയും ജോളിയായിട്ട് സംസാരിക്കുന്ന ഒരാളെ നമുക്ക് കിട്ടില്ല. എൻ്റെ പപ്പ മരിച്ചുപോയി. ഇവർ നല്ല കമ്പനിയായിരുന്നു. അച്ചായൻ ഇവിടെ നിന്ന് വരും. ഒരു ഉച്ചയൊക്കെ കഴിയുമ്പോൾ ഞങ്ങളുടെ 1:30 വരുന്ന ചങ്ങനാശ്ശേരി ബസ്സിലാണ് ഞാനിപ്പോൾ ഓർക്കുന്നത്. ആ രണ്ടുപേരും ഇരുന്ന് വൈകിട്ട് ഒരു ചിരി തമാശയൊക്കെ കാണിച്ച് വളരെ സന്തോഷത്തോടെ ഇരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞു ഇരിക്കുന്ന ആ രംഗങ്ങൾ എൻ്റെ ചെറുപ്പകാലത്തെ ആ രംഗങ്ങൾ ഞാൻ ഇപ്പോൾ ഓർക്കുകയാണ്. അമ്മച്ചി ഇവിടെ വരുമ്പോൾ വളരെ മനോഹരമായി ഭക്ഷണം ഉണ്ടാക്കി തരുന്ന ഒരാളാണ്. പപ്പ എപ്പോഴും പറയും, അവിടെ പെരുമ്പനച്ചി വന്നു കഴിയും. അന്ന് നേരത്തെയൊക്കെ അവിടെയാണ് താമസിച്ചത്. അപ്പോൾ ഏലമ്മ സ്പെഷ്യൽ നമ്മൾ ഉപ്പുകണ്ട പ്രദേശത്ത് എന്ന സിനിമയ്ക്കകത്ത് ഒരു അതിനുശേഷം പപ്പ എപ്പോഴും പറയും, ആ സിനിമ കണ്ടതിന് ശേഷം പറയും, ഏലമ്മ സ്പെഷ്യൽ ഇന്ന് അവിടെ പോയി ഇന്ന് കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് വളരെ സന്തോഷത്തോടെ. അദ്ദേഹം ഈ അവസരത്തിൽ ഇല്ല, ഞങ്ങളിന്ന് മരിച്ചുപോയി. എങ്കിലും ഇവരുടെ ഈ 50 വർഷം ഇവരുടെ മക്കള് രണ്ടുപേര് വളരെ സ്നേഹനിധിയായ മക്കളെ വളർത്തി വലുതാക്കി വലിയ നിലകളിൽ എത്തിച്ചു. ബന്ധുമിത്രാദികളെല്ലാം നല്ല സന്തോഷത്തോടും സ്നേഹത്തോടും കൂടി കഴിയുന്നു. എല്ലാവരുമായും എല്ലാ കുടുംബവുമായും നല്ല ബന്ധം പുലർത്തുന്ന ഒരു കുടുംബമാണ്. അതുകൊണ്ട് അച്ചായൻ്റെ അടുത്ത 75-ാം വിവാഹ വാർഷികത്തിൽ, ഇവരുടെ വാർഷികത്തിൽ നമുക്കെല്ലാം വീണ്ടും ഇവിടെ ഒന്നിച്ചു ചേരാമെന്ന് ആശംസിച്ചുകൊണ്ട് വളരെ മനോഹരമായ ഈ പരിപാടി എൻ്റെ കുഞ്ഞമ്മ ഇവിടെ വന്ന് ഏറ്റെടുത്ത് പുള്ളിക്കാരി 2-3 ദിവസമായിട്ട് ഇതിൻ്റെ ഒരു വലിയ പ്രിപ്പറേഷനിലാണ്. വളരെ മനോഹരമായി ഈ പരിപാടി ഏറ്റെടുത്ത് നടത്തി നമ്മളുടെ ഈ സന്തോഷത്തിൽ, ഇവരുടെ ഈ സന്തോഷത്തിൽ പങ്കെടുക്കുവാൻ നമുക്കെല്ലാം അവസരം ഉണ്ടാക്കി തന്നതിന് പ്രത്യേക നന്ദി പറയുന്നു.
ഇരുവർക്കും ഒരിക്കൽ കൂടി നിങ്ങളുടെ എല്ലാവരുടെയും ഞങ്ങളുടെ കുട്ടത്താങ്കൾ കുടുംബത്തിൻ്റെയും പേരിലുള്ള ആശംസകൾ ഒരിക്കൽ കൂടി നേർന്നു നിർത്തുന്നു. നന്ദി, നമസ്കാരം. ദൈവം നാളെ. താങ്ക് യു ബിനു. പിന്നെ ബിനു പറഞ്ഞതുപോലെ ഇനി 75 ഇവരുടെ സെഞ്ചുറി അടിക്കുന്ന സമയത്ത് നമുക്ക് വന്ന് ഇവർക്ക് ഗിഫ്റ്റ് കൊടുക്കണം അല്ലേ? ഈ ഒരു അവസരത്തിൽ ഇവർക്കായിട്ട് ഗിഫ്റ്റ് കൊണ്ടുവന്നിരിക്കുന്ന എല്ലാവർക്കും വന്ന് ഗിഫ്റ്റ് കൊടുക്കാവുന്നതാണ്. ബഹുമാനപ്പെട്ട ടോണി അച്ഛ, ഇന്നത്തെ വിശിഷ്ട അതിഥികൾ ജോർജ് ഏട്ടൻ, ഏൽമ ചേച്ചി, വേദിയിലും സദസ്സിലുമായി ഉപവിഷ്ടരായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ഫ്ലവർ ഗാർഡൻ റെസിഡൻസ് അസോസിയേഷൻ്റെ സൈഡിൽ നിന്നും 50ാം വിവാഹവാർഷികം ആഘോഷിക്കുന്ന ഈ നവദമ്പതികൾക്ക് അസോസിയേഷൻ്റെ വക ഉപകാരം സമർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാവരും ഒരു നല്ല കയ്യടി നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. தவிக்குது மால டம் டம் மஞ்சள டம் டம் மாத்து அடிக்க மங்கள டம் டம் ஓல டம் டம் ஒதுக்கு டம் டம் ஓங்கி தட்டிக்கும் முத்திக டம் டம் மால டம் டம் மஞ்சள டம் டம் மாத்து அடிக்க மங்கள டம் டம் ஓல டம் டம் ஒதுக்கு டம் டம் ஓங்கி தட்டிக்கும் முத்திக டம் டம் மத்தள டம் டம் மத்தள டம் டம் மத்தள டம் டம் தட்டிக்கும் முத்திக டம் டம் நீயும் வந்தா நல்ல நேரம் சட்டென ஆரம்பமாகுமே உன்னை கை பிடிச்சா இந்த நாள் பண்டிகை தேதியில் சேருமே அசஞ்சா வந்து நித்திர கேட்கும் சித்தன்ன கோயில சித்திரமே நினப்பா வந்து சக்கர சுத்திர அத்தர கொண்டு நடத்துனமே வாழ செழிக்க வாக்கு பலிக்க வாங்கும் சந்தனம் வாசம் குழைக்க கேட்டு கிழிக்க கூட்டம் குதிக்க நெஞ்சம் ரெண்டும் பொட்டன ஒட்டிக்க மால டம் டம் மஞ்சர டம் டம் மாத்து அடிக்க மங்கள டம் டம் கோல டம் டம் ஒதுக்கு டம் டம் ஓங்கி தட்டிக்கும் முத்திக டம் டம் மால டம் டம் மஞ்சர டம் டம் மாத்து அடிக்க மங்கள டம் டம் கோல டம் டம் ஒதுக்கு டம் டம் ஓங்கி தட்டிக்கும் முத்திக டம் டம்
മന്തിച്ചേലും കൊണ്ടേ മോഹിപ്പിക്കും പെണ്ണാണേ മണിവാനത്താരം പെണ്ണിൻ മെയ്യിൽ മിന്നാണേ താരം വൻ നിന്നെ കണ്ടാൽ അമ്പും വില്ലും വച്ചേനെ കതിരോനെ കണ്ണഞ്ചിക്കാൻ പോരും മച്ചാനേ നെഞ്ചോരം ഢോലുണ്ട് ചുണ്ടോരം ശീലുണ്ട് കണ്ടാലും കൂടുമ്പം കൊണ്ടാടണ്ടേ കൊണ്ടാട്ടച്ചേരാക്കാൻ നല്ലാട്ടക്കാരുണ്ട് കരനീളെ പന്തൽ കെട്ടി തപ്പും മുട്ടിച്ചെന്റെ കുട്ടി കാത്തിരിക്കും നേരം വന്നെ ചില്ലം ചില്ലാല കൊണ്ടെന്നുള്ളിൽ കുത്തും പെണ്ണാണേ ഒരു കൊട്ട സ്വപ്നം തന്നോരോമൽ മുത്താണേ ഞാൻ കണ്ട് കച്ചൻ കെട്ടി നിന്നെ കെട്ടാൻ നിപ്പാണേ പടിയോരം വെള്ളിപ്പല്ലക്കെത്തി തിന്നാണേ വീട്ടാരും കൂട്ടുണ്ട് നാട്ടാരും കൂടെയുണ്ട് ആശിച്ചോരെല്ലാരും കൂടിയിട്ടുണ്ടേ ആശപ്പും കൊട്ടാരം വിട്ടോരം മുട്ടിയിലെ ചിങ്കാരപ്പട്ടും ചുറ്റിച്ചേലിൽ വട്ടപ്പൊട്ടും കുത്ത് പിന്നു കെട്ടിക്കൊണ്ടേ പോകാം ജില്ലം ജില്ല നാളേറെ കാത്തിട്ടും നീ വന്നില്ല മോഹിക്കും പോലെ വേഗം നേരം പോയില്ല നിന്നെ ഞാൻ കാണുന്ന നേരം തൊട്ടേ എന്നുള്ളിൽ കേൾക്കുന്നുണ്ട് ജില്ലം ജില്ലാല മാറത്തെ മൈനെ നിൻ പേരെ കൊഞ്ചാറുള്ളൂ നീ എന്നൊരാളെ എൻ കണ്ണിൽ മിന്നാനുള്ളൂ ആകാശം വീശുന്നുണ്ട് മേഘത്തുവാല പാടാനി ഞാനില്ല ജില്ലം ജില്ലാല മണിവാനത്താരം പെണ്ണിൻ മെയ്യിൽ മിന്നാണേ താരം വൻ നിന്നെ കണ്ടാൽ അമ്പും വില്ലും വെച്ചേനെ കതിരോനെ കണ്ണഞ്ചിക്കാൻ പോരും മച്ചാനേ നെഞ്ചോരം ഡോലുണ്ട് ചുണ്ടോരം ശീലുണ്ട് രണ്ടാളും കൂടുമ്പോ കൊണ്ടാടണ്ടേ കൊണ്ടാട്ടച്ചേരാക്കാൻ നല്ലാട്ടക്കാരുണ്ട് കരനീളെ പന്തൽ കെട്ടി തപ്പും മുട്ടിച്ചെണ്ടേ പൊട്ടി കാത്തിരിക്കും നേരം വന്നേ ജില്ലം ജില്ലല ഹേതാലോലം തുമ്പിപ്പെണ്ണാളെ ഈ മുല്ലക്കൊമ്പേലാടാനായി നീയും കൂടാമോ ഹേതാലോലം തുമ്പിപ്പെണ്ണാളെ ഈ മുല്ലക്കൊമ്പേലാടാനായി നീയും കൂടാമോ കാതോരം കന്നിക്കുറുമ്പേ മൂവന്തിത്തേരിൽ പാടാനായി നീയും പോരാമോ കണ്ണാടി കണ്ണിൽ ഒരു മിന്നാരം കണ്ടേ
അവർ രണ്ടുപേരുടെയും ഒരു ചെറിയ ഡാൻസ് ഇവരിവിടെ കളിക്കുകയാണ്. അപ്പച്ചനും അമ്മയ്ക്കും വേണ്ടി അവർ ഈ ഡാൻസ് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. பீட்டே ஸ்பீட் ஆகுது நீ தொட்டு எது சொன்னா என் பிளட் சுடாகுது என் பைக்கு நீ உட்கார்ந்தா பிரேக்கே பண்ணாங்குது நீ என்னோட ரைட்டுக்கு வந்தா ரெட் சிக்னல் கிரீன் ஆகுது கம் ஆன் பேபி லெட்ஸ் கோ ஆன் தி புல்லட் ஆன் தி வேல பாடிக்கலாம் டுயட் கம் ஆன் பேபி லெட்ஸ் கோ ஆன் தி புல்லட் ஆன் தி வேல பாடிக்கலாம் டுயட் Like
Thank you, Anna and Maria. It was a wonderful performance. Thank you very much. ചിരിവടിമുല്ലേ ചിത്തിരമുല്ലേ സുഖമല്ലേ സുന്ദരിമുല്ലേ ചെല്ലനിലാവിൻ ചുംബനമേറ്റാൻ സുഖമാണല്ലേ കണ്ണുകൾ കടുകുവരിക്കട് സുഖമാണല്ലോ കണ്ണുകൾ ചോന്നുകട് പതിവാണല്ലോ പൂന്തിങ്കളാകുന്നു ദുഃഖത്തിൻ മുള്ളുകൾ ഭൂവിരൽ തുമ്പിന മുത്തങ്ങളാകുന്നു ഭാര്യ ദുഃഖത്തിൻ മുള്ളുകൾ ഭൂവിരൽ തുമ്പിന മുത്തങ്ങളാകുന്നു ഭാര്യ പൂമുഖവാതിൽ നിറമ്പിടത്തുന്ന പൂതിങ്കളാകുന്നു ഭാര്യ ൊരു ചിത്രവിളക്കാണു ഭാര്യ എത്ര തെളിഞ്ഞാലും എണ്ണ വറ്റാത്തൊരു ചിത്രവിളക്കാണു ഭാര്യ എണ്ണിയാൽ തീരാത്ത ജന്മാന്തരങ്ങളിൽ അന്നദാനേശ്വരി ഭാര്യ എണ്ണിയാൽ തീരാത്ത ജന്മാന്തരങ്ങളിൽ അന്നദാനേശ്വരി ഭാര്യ പൂമുഖവാദി
സ്നേഹം വിടർത്തുന്ന പൂതിങ്കളാകുന്നു ഭാര്യ. ഭൂമിയെക്കാളും ക്ഷമയുള്ള സൗഭാഗ്യവേദിയാണ് എപ്പോഴും ഭാര്യ. ഭൂമിയെക്കാളും ക്ഷമയുള്ള സൗഭാഗ്യവേദിയാണ് എപ്പോഴും ഭാര്യ. മന്ദസ്മിതങ്ങളിൽ നീറും മനസ്സിനെ ശംഖനം ചാർത്തുന്നു ഭാര്യ. മന്ദസ്മിതങ്ങളാൽ നീറും മനസ്സിനെ ചന്ദനം ചാർത്തുന്നു ഭാര്യ. പൂമുഖവാതിൽ സ്നേഹം വിടർത്തുന്ന പൂത്തിങ്കളാകുന്നു ഭാര്യ. കണ്ണുനീർത്തുള്ളിൽ മഴവീരു തീർക്കുന്ന സ്വർണ്ണപ്രഭാമയി ഭാര്യ. കണ്ണുനീർത്തുള്ളിൽ മഴവീരു തീർക്കുന്ന സ്വർണ്ണപ്രഭാമയി ഭാര്യ. കാര്യത്തിൽ മന്ത്രിയും കർമ്മത്തിൽ ദാസിയും രൂപത്തിൽ ലക്ഷ്മിയും ഭാര്യ. കാര്യത്തിൽ മന്ത്രിയും കർമ്മത്തിൽ ദാസിയും രൂപത്തിൽ ലക്ഷ്മിയും ഭാര്യ. പൂമുഖവാതിൽ സ്നേഹം വിടർത്തുന്ന പൂതിങ്കളാകുന്നു ഭാര്യ. ദുഃഖത്തിൻ മുള്ളുകൾ തൂവിരത്തുമ്പിന പുഷ്പങ്ങളാകുന്നു ഭാര്യ. ും
ഭയപ്പെടേണ്ട മകനേ മകനേ, ഞാൻ നിന്റെ ദൈവമല്ലേ. കരയരുതേ ഇനി എൻ കൺമണിയെ, ഞാൻ നിന്റെ കൂടെയില്ലേ. ഞാൻ നിന്നെ ലാളിക്കും ദൈവം, ഞാൻ നിന്നെ ശാസിക്കും ദൈവം, ഞാൻ നിന്റെ കണ്ണീർ തുടച്ചെന്നും നിന്നെ ആശ്വസിപ്പിച്ചിടും ദൈവം. ഭയപ്പെടേണ്ട മകനേ മകനേ, ഞാൻ നിന്റെ ദൈവമല്ലേ. കരയരുതേ ഇനി എൻ കൺമണിയെ, ഞാൻ നിന്റെ കൂടെയില്ലേ. കരയരുതേ ഇനി എൻ കൺമണിയെ, ഞാൻ നിന്റെ കൂടെയില്ലേ. താങ്ക് യു. വാനും പൂവും സരാചരങ്ങളും ഏവം പുകട്ടുന്നു നിൻ സന്നിധേ. വാനും പൂവും സരാചരങ്ങളും ഏവം പുകട്ടുന്നു നിൻ സന്നിധേ. പാടും നമുക്കായി ദൈവസുധനായി, പാടും നമുക്കായി ദൈവസുധനായി തേനി ശ്രുതിയോടെ. തേനി ശ്രുതിയോടെ ഗീതം പാടും രാഗതാളപാദരാഗലയമോടെ ദൈവമോടെ. ദർശനം നൽകലേ വിശികാരി, ഇന്നും പരിശുദ്ധനായവൻ നീയേ വരാ. ദർശനം നൽകലേ വിശികാരി, ഇന്നും പരിശുദ്ധനായവൻ നീയേ വരാ. പാവമുലകിൽ വാസം ചിരം യേശു ഗുണ തന്റെ ജീവജലം. പാവമുലകിൽ വാസം ചിരം യേശു ഗുണ തന്റെ ജീവജലം. വീരോടും ചെറുകോടും ധനമോടും പാടാനും സ്നേഹമോടെയെന്നുമെന്നെ കാക്കും തിരുസുതനേ. ദർശനം നൽകലേ വിശികായി, ഇന്നും പരിശുദ്ധനായവൻ നീയേ വരാ. താങ്ക് യു.
യു. हम ना किसी से डरे, हमको न रोके ज़माना, जो चाहे हम करते, चाहे जिएंगे मरेंगे, हम ना किसी से डरेंगे, हमको न रोके ज़माना, जो चाहे हम करेंगे. बोलो थैंक यू. Esta
തിലകൻ അമ്പനും കാഴ്ചയേകിനാഥൻ പാരിൽ സ്നേഹസൂനമിരറി കാൽവരിനാഥൻ പാദമിരറി പാരിൽ സ്നേഹസൂനമിരറി കാൽവരിനാഥൻ പാദമിരറി അകാലാരെത്ര അകാലാരെത്ര ഭാഗ്യമാനേശുവന് കനായിലെ കല്യാണനാളി കൽഭരണിയിലെ വെള്ളം തിരിനീരാ കനായിലെ കല്യാണനാളി കൽഭരണിയിലെ വെള്ളം തിരിനീരാ വിസ്മയത്തിൽ മുഴുകി ലോകരം വിസ്മയം തുടരും ലോകമെന്ന് അടിമകാട്ടി യേശുനാഥൻ കാനായിലെ കല്യാണനാളി കൽഭരണിയിലെ വെള്ളം തിരിനീരാ അടിമകാട്ടി യേശുനാഥൻ അടിമകാട്ടി